860 വണ്ടി നമുക്ക് ഇപ്പോഴത്തെ 1,00,000 രൂപ ഓഫർ 760 കൊടുത്തേക്കാം. അപ്പൊ 620 നമ്മുടെ ആസ്കിങ്, 60,000 ഓഫർ, 5,60,000 നിങ്ങൾക്ക് ഫുൾ ഓണോടുകൂടി, അതായത് 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തു. പിന്നെ നമുക്കിത് 6,20,000 നമ്മുടെ ആസ്കിങ് പ്രൈസ്, കുറഞ്ഞു 560. മോഡൽ 19 വണ്ടി 560 ഒരു 50,000 ഓഫറിൽ 570 എടുക്കാം. വണ്ടി ഇന്ന് വരെ ഇറങ്ങിയതിൽ എല്ലാ മോഡലും ഉണ്ട്. ഇത് ഫസ്റ്റ് മോഡൽ. ഇനി നമ്മളെ കുറെ കിഡുകൾ ഇറപ്പുണ്ട്. നമ്മളെ കിഡുകൾ എടുക്കാൻ കാര്യം 2, 3, 4, 5, 6, 7, 8 വണ്ടി ഉണ്ട് കേട്ടോ. ഈ കൊല്ലത്ത് രണ്ടാംകുറ്റി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റ് വാലിയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ സുഹേൽ ബ്രോ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങാം. അതായത് ഈ ഒരു എപ്പിസോഡിൽ കുറെ കിഡ് ഉണ്ട്, 5-8 കിഡ് ഉണ്ട്. അതുപോലെ തന്നെ 3-4 പിന്നെ ബലേനോ ഉണ്ട്. സംഭവം 10-20 വണ്ടി കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലത്തെ. അതെ, പിന്നെ വിലക്കുറവിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. കുറയ്ക്കൂലേ? പിന്നെ നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എല്ലാം നല്ല കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഈ കിഡൊക്കെ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് എടുക്കാം. 8 നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാൻ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ കൊല്ലത്ത് രണ്ടാംകുറ്റിയാണ് എക്സാക്ട് ലൊക്കേഷൻ അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വിലക്കുറവാണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അല്ല. ഞാൻ പറയാം, അജു പറയുന്നോണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ മഴയുടെ ഒരു ഇത് അന്തരീക്ഷം ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു മൂകത അങ്ങ്. അപ്പോഴേ ഇത് മുഖ്യമന്ത്രി സെലക്ട് ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാം നല്ല വിലക്കുറവും നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് മാക്സിമം കൊടുക്കും. അതിന് താല്പര്യം സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നല്ല വണ്ടി, കൂടുതലൊന്നും പറയുന്നില്ല, നല്ല വണ്ടി കണ്ടവര് ജസ്റ്റ് വീഡിയോ കണ്ടോളൂ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏത് വണ്ടിന്റെ ഇന്ത്യയിലൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കുക അല്ലേ? തീർച്ചയായും നല്ല കുറച്ച് തരും, നല്ല വണ്ടി തരുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതാ. ഈ കിടക്കുന്നൊക്കെ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറച്ച് 4 വലിയ വണ്ടികൾ. സുഹേൽ ബ്രോ തുടങ്ങാൻ നമുക്കെന്നാ? പിന്നെന്താ, എന്താ സ്ഥിതി വണ്ടി? ഇത് ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിക്കാണ്. ക്വാളിറ്റി ഒക്കെയോ? പക്ക ക്വാളിറ്റി, ഒരു കുഴപ്പമില്ല. സംവിധാന വണ്ടികളല്ല. ഏതാ സംവിധാന വണ്ടികളെന്നേ. 2021 XZ A+, അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. നമ്മൾ ഈ വണ്ടി കിട്ടിയേക്കുന്ന വില 8,60,000 രൂപയാണ്. എന്നാ അവിടെ പോയിക്കാം. എന്നാ പിന്നെ നോക്കാൻ എളുപ്പമല്ലോ. ഇത് പിന്നെ 21 മോഡലില് കിലോമീറ്റർ വെറും 70,000 കിലോമീറ്റർ മാത്രമേ. 860 വണ്ടി നമുക്ക് ഇപ്പോഴത്തെ 1,00,000 രൂപ ഓഫർ 760 കൊടുത്തേക്കാം. ഇത് 860 വില ഉണ്ടോ ഇനി? ഇതിന് ശരിക്കും നമ്മൾ നേരത്തെ ആസ്കിങ് 860 ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരാൾ വരണം. അപ്പൊ നമ്മൾ ഇച്ചിരി വില കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ 760 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് 7 വരെ ലോണും കിട്ടും. 8 രൂപ ആലോചിക്കണം. 21 ന്യൂ ഷേപ്പ് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല ക്ലീൻ പീസ് വണ്ടി. ഒറ്റ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഹിസ്റ്ററി എല്ലാം പക്ക വണ്ടി, അടിപൊളി. 760 എടുത്തോണ്ട്. അതുപോലെ തന്നെ സെയിം സാധനം ഓർമ്മ. ഇത് ഏതാ? ഇത് ഞാൻ വില കൊണ്ട് ഞെട്ടിക്കും. ഞെട്ടട്ടെ, പറ. 2022 നെക്സോൺ XZ ആണ് വണ്ടി. അതായത് സൺറൂഫ് ഇല്ല, ഏറ്റവും ഫുള്ള് പെട്രോൾ ആണ് വണ്ടി. 55,000 കിലോമീറ്റർ മാത്രം. സിംഗിൾ ആണ്. 2020 ഷേപ്പ് ഏറെക്കുറെ സെയിമാ. അല്ല, ഞാൻ പറഞ്ഞ സെയിമാ, 20 ഷേപ്പാ. അപ്പൊ ഈ വണ്ടി നമ്മുടെ 6 രൂപ ഇട്ടിരുന്നായിരുന്നു. 60,000 ഓഫർ 590 2020 XZ വണ്ടി. 20 മോഡൽ XZ വണ്ടിക്ക് 590. 6 രൂപ വരെ ലോണും കിട്ടും. അടിപൊളി. അപ്പൊ ഒരു 10 രൂപ നമ്മൾ അങ്ങോട്ട് തരും. അതാണ് മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതെ. ഇതാണെങ്കിലോ? ഇത് 2021 കൈഗർ RXT ഓപ്ഷൻ ആണ്. 2021 11 മാസമാണ് വണ്ടി. ഇത് 21 ടോപ്പ് എൻഡ് വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, ഫുൾ RXZ ആണ്. ഏറെക്കുറെ അത് ഇതെല്ലാം ചെയ്യുന്നത് പുഷ്പ സ്റ്റാർട്ട് അലോയ്സ് എല്ലാം ഉണ്ട്. ഡ്യുവൽ ടോൺ അല്ലെന്നേ ഉള്ളൂ. അപ്പൊ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 21 അല്ലേ? അപ്പൊ 620 നമ്മുടെ ആസ്കിങ്, 60,000 ഓഫർ, 5,60,000 നിങ്ങൾക്ക് ഫുൾ ഓണോടുകൂടി, അതായത് 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തു. 21 വണ്ടി ആലോചിക്കണം അല്ലേ? അതെ, 21 വണ്ടി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇൻബിൽറ്റ് സെറ്റ്, സെന്റർ ലോക്ക്, പിന്നെ എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സാധനം ഉണ്ട്. ശരി, ഇതാണെങ്കിലോ? ഈ വണ്ടി വന്നിട്ട് വേണുവാണ്. 2019 വണ്ടിയാണ്. SX, മറ്റേ മേളിൽ ജനലൊക്കെ ഉള്ള വണ്ടിയാണ്. ജനല് ഉണ്ടല്ലേ? ഉണ്ട്. അത് ഈ മഴ വെള്ളം നനഞ്ഞിടന്ന് കാണാൻ, അതായത് സൺറൂഫ് അടക്കം വരുന്ന നല്ല ക്വാളിറ്റി വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ. പിന്നെ ഇതിന് ടർബോയും കൂടിയാണ് ഈ വണ്ടി. 1 ലിറ്റർ ടർബോ ആണ് അല്ലേ? 1 ലിറ്റർ ടർബോ ആണ്. SX ആണ്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ നമുക്കിത് 6,20,000 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്, കുറഞ്ഞു 560. മോഡൽ 19
ചേടാ 19 വണ്ടി 560 ടർബോ SX വണ്ടി. എന്ത് മനുഷ്യനാണോ താങ്കൾ? അപ്പൊ ഈ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ഫുൾ ഓൺ അല്ല, വേണമെങ്കിൽ എക്സ്ട്രാ പൈസയുടെ കിട്ടും. 6 ലക്ഷം രൂപ സുഖമായിട്ട് 6 ലക്ഷം രൂപ സുഖമായിട്ട് നമുക്ക്. പക്ഷെ 560 നിങ്ങൾ തന്നാൽ അത് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഫിനാൻസ് ഒക്കെ അപ്പൊ പറയും നീ വന്ന് ഫിനാൻസ് അടയ്ക്കുമെന്ന് ചോദിക്കും കമന്റിൽ. ഞാൻ അടക്കില്ല, വേണമെങ്കിൽ നിങ്ങൾ ഫിനാൻസ് ഇടാമെന്നാണ് പറഞ്ഞത്. ഫിനാൻസ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു 5,60,000 രൂപ ഈ വണ്ടി കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. മുതലാണ് ഇത്, റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു കിടിലൻ സാധനം മിനി കൂപ്പർ. മിനി കൂപ്പയാണ് 2014 വണ്ടി. 14 കൂപ്പർ ഡി കൺട്രിമാൻ അല്ലേ? കൺട്രിമാൻ ആണ് ഇത്. ഇത് അതർ സ്റ്റേറ്റ് നമ്മൾ കേരളത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഈ വണ്ടി. 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമുക്ക് 17 ലക്ഷം രൂപയ്ക്കകത്ത് 1 ലക്ഷം രൂപ ഓഫർ 16 രൂപയ്ക്ക് കൊടുത്തേക്കാം. 14 വണ്ടി. അത് എന്തെങ്കിലും കുറയാണ്ടോ? ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ്, കസ്റ്റമർ വന്ന് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? തീർച്ചയായും. ആലോചിക്കണം, 2014 മോഡലിൽ കൺട്രിമാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവന്നത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ കിലോമീറ്റർ 80 എന്ന് പറഞ്ഞാൽ ജെനുവിൻ ഉറപ്പാണ് അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബലേനോ കാണിച്ചു. സെറ്റ് ബലേനോ ആണ്. നല്ല അലോയ്സ്, പിന്നെ സ്കേർട്ടിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. 1, 2, 3, 4, 5 5 കിടപ്പുള്ളൂ കേട്ടോ. 2021 വണ്ടിയാണ് ഇത്. കുറച്ച് താത്തി വെച്ചോ. സോറി, 2021 ബലേനോ ഡെൽറ്റ ആണ്. ഡെൽറ്റ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത കിഡ്കാച്ച് വണ്ടിയാണ്. അത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കൊണ്ട് അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൊജക്ട് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിയുടെ വില 6,60,000 ആയിരുന്നു. ഒരു 10,000 രൂപ ഓഫറുള്ള 6.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 21 പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. കിലോമീറ്ററോ 50,000 കിലോമീറ്റർ. 50,000. ഓക്കെ. 6 ലക്ഷം രൂപ അല്ലേ? 6,50,000 രൂപ. വില എത്ര വണ്ടിന്? 650. 660 10 രൂപ ഓഫർ 650 കൊടുക്കും. ഓക്കെ. 6.5 ലക്ഷം രൂപയ്ക്ക് 21 വണ്ടി. കൂടുതലാണോ? ചെറിയ രീതി കൂടുതലാണ്. എന്നാലും വണ്ടി ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മുടെ കൂടെ അല്ല. പിന്നെ അതെ. 2021 ബലേനോ ആൽഫയാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 അൽഫ എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ ഉണ്ട്. നല്ല പക്ക സാധനങ്ങളൊക്കെയാണ്. ഇത് പെട്രോൾ വണ്ടിയാണ്. 21 പെട്രോൾ വണ്ടിയേ ഉള്ളൂ. 21 അല്ലല്ല 21 ബലേനോ ആൽഫ 30,000 കിലോമീറ്റർ. നമ്മൾ 760 ചോദ്യം. ഇതും 10 രൂപ ഓഫർ 7 രൂപയ്ക്ക് കൊടുക്കാം. ഏറൊക്കെ നമുക്ക് 7 രൂപ ഫിനാൻസ് കൊടുക്കാം. 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. വെറും 50,000 രൂപ അടുത്തുള്ളൂ. നമുക്ക് 7 വണ്ടി എടുക്കാം. 7,50,000 രൂപ. 50,000 രൂപ. അതെ. ഇതാണെങ്കിലോ നെക്സ്റ്റ് ആണ് 2019 ബലേനോ ഡെൽറ്റ ആണ്. സിംഗിൾ ഓണർ വണ്ടി. 34,000 കിലോമീറ്റർ. 4 പുതുപുത്തൻ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ വണ്ടിക്കകത്ത്. നല്ല ക്വാളിറ്റി. ഡെൽറ്റയിൽ ഈ പ്രൊജക്ടർ വരുന്നുണ്ട്. ഉണ്ടല്ലേ? 19 മുതലല്ലേ ഷേപ്പ് മാറ്റം വന്നത്. 18 ഒരു ഷേപ്പ് അല്ലേ? ശരി. അപ്പം ഈ വണ്ടി നമ്മൾ 6 രൂപ ചോദ്യം. 40,000 ഓഫർ 560 നമുക്ക് വണ്ടി കൊടുക്കാം. 19 വണ്ടി. ഏറെക്കുറെ 5 രൂപ ലോണും കൊടുക്കാം. 560 2019 വണ്ടി. ഇത് നിങ്ങളുടെ വണ്ടിയാ അല്ലേ? ഇത് നമ്മുടെ വണ്ടി. അറിയാം, കൃത്യമായിട്ട് അറിയാം. ശരി. ഇതാണെങ്കിലോ ഈ വണ്ടി 2023 ബലേനോ ആൽഫ CVT ആണ് വണ്ടി. 23 ഓട്ടോമാറ്റിക് അല്ലേ? ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. ന്യൂ ഷേപ്പ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. പിന്നെ ഒരു ഹൈലൈറ്റ് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 17. അടിപൊളി. നമുക്ക് വില ഏറെക്കുറെ നമുക്ക് 890 ഇട്ടുന്ന വണ്ടി 40 രൂപ ഓഫറുണ്ട്. 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2023 ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം. അതും ആൽഫയാണ് ആലോചിക്കണം. ഓൾമോസ്റ്റ് ഒരു 11 സംതിങ് പുതിയ വിലയുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലും പഴയ നമുക്ക് ഏറെക്കുറെ ഒരു 8 രൂപ ലോണും കിട്ടും കേട്ടോ. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇതാണെങ്കിലോ ഇത് 2017 മോഡലാണ്. ഇതും ബലേനോ ആൽഫ CVT ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനം. നമ്മൾ 620 വെച്ചിട്ട് ഒരു 50,000 ഓഫറിൽ 570 എടുക്കാം. വണ്ടി ഇന്ന് വരെ ഇറങ്ങിയതിൽ എല്ലാ മോഡലും ഉണ്ട്. ഇത് ഫസ്റ്റ് മോഡൽ, അത് സെക്കൻഡ് മോഡൽ, ഇത് തേർഡ് മോഡൽ അല്ലേ? കറക്റ്റ്. 570 കൊടുക്കാം. അതും 17 ആൽഫ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. നമുക്ക് ഏറെക്കുറെ ഒരു 5 രൂപ ലോണും കിട്ടും. അടിപൊളി. നേരെ പോട്ടെ. നേരെ പോവാം. അതേപോലെ തന്നെ ഇയോൺ ഏതാ മോഡൽ? ഇയോൺ ഞാൻ ഈ മലപ്പുറം ഭാഷ പറയാം. 2013 വണ്ടി. 13 വണ്ടി എറാ പ്ലസ് ആണ്. ഇത് വന്നിട്ട് വെറും 65,000. നല്ല ഇറച്ചിയുടെ മണം. ഞാനിപ്പോ പറയാൻ തുടങ്ങി. ഇവിടെ ഹോട്ടൽ തുടങ്ങി. വെച്ച കോഴിന്റെ മണം. മലക്കറി കട ഇത്. ഇവിടുത്തെ മലക്കറി കടയാ. പാണ്ട് പച്ചക്കറി കട. അതെ, അണ്ണന്റെ. ഇയാളെ ഇതിനകത്ത് വെച്ച് തുടങ്ങിയ ആലോചിക്കുന്നത്. അപ്പൊ 13 ഇയോൺ എറാ പ്ലസ് 65,000 കിലോമീറ്റർ. നമുക്ക് ഈ വണ്ടിയെ 1.5 ലക്ഷം രൂപ ഇട്ടിരുന്നത് 13 അല്ലേ? പക്ഷെ അത് വേണ്ട. 1.35 കൊടുക്കാം. 1.35 ചെറിയ ആൾക്കാർക്ക് നമുക്ക് 1 രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അപ്പൊ ഈ 1 രൂപ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 3,500 അടവ് വരുള്ളൂ. 3 കൊല്ലം കൊണ്ട് തീരും. 3,300 രൂപ. 13 വണ്ടിക്ക് ഒരിക്കലും 3 കൊല്ലം ലോൺ കിട്ടില്ല. 3 കൊല്ലം ലോൺ കിട്ടുള്ളൂ. ഇല്ല, കിട്ടൂല. 2 കൊല്ലം മാക്സിമം. ഞാൻ എടുത്തുതരാം. അതെനിക്കറിയില്ല. അന്വേഷിച്ചൊക്കെ 2 കൊല്ലം. അപ്പൊ ഇത് ഒരു 1.35 ഒരു ഇയോൺ എറാ പ്ലസ്. നിങ്ങൾക്ക് ഇതിലും കുറച്ച് ഒരു
കിട്ടൂല. അതും ആ വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇനി നമ്മളെ കുറെ കിഡുകൾ അടപ്പുണ്ട്. നമ്മളെ കിഡുകൾ എടുക്കാൻ കാര്യം 2, 3, 4, 5, 6, 7, 8 വണ്ടി ഉണ്ട് കേട്ടോ. ഈ കിഡ് ശരിക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് മോഡൽ ഏതാ? കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടികളാണ്. 2019 വണ്ടി കിഡ് RXT ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി 40,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. നമുക്ക് 3.5 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 50 രൂപ ഓഫർ ഉണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 19 കിഡ് എടുത്തോണ്ട് പോവാം. 19 ഓട്ടോമാറ്റിക് കിഡ് 3,50,000 രൂപയ്ക്ക്. 3 ലക്ഷം രൂപയ്ക്ക്. 3 ലക്ഷം രൂപയ്ക്ക്. ലോൺ എത്ര വേണം അജു? അതൊരു 2.5 കയറില്ലേ? 3 രൂപ ഞാൻ കയറ്റി തരാം. 19 വണ്ടിക്ക് 3 കയറും. നമ്മളിവിടെ 3 ലക്ഷം രൂപയും കയറും വണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 19 വണ്ടി 3 ലക്ഷം രൂപ. അല്ല 19 വണ്ടി 3 കുറച്ച് കൂടുതലാണോ? ഒരിക്കലും അല്ല, ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ. ഓട്ടോമാറ്റിക് അല്ലേ? പിന്നെ കുറയുണ്ടോ? ഇതിലും ചെറിയ വണ്ടി എവിടെ കിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഈ പ്രൈസിന്? അത് ഇത്ര മോഡലുള്ള വണ്ടി 6 കൊല്ലം പഴക്കമല്ലേ ഉള്ളൂ വണ്ടിക്ക്. ഇത് 2021 കിഡ് RXT ഓപ്ഷൻ ആണ് വണ്ടി. ഇത് RXT ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ, അതായത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, പിന്നെ GPS-ന്റെ വലിയ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 2 എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. 21 മോഡല്. ഇത് ക്ലൈംബർ ആട്ടോ. ഇത് ക്ലൈംബറാ. ഏറ്റവും കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് നമ്മുടെ 3.5 രൂപ ചോദ്യം. 50,000 രൂപ ഇതിന് ഓഫർ. 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓൺ ഇതൊരു 3.5 രൂപ ലോണും കിട്ടും. 3.5 രൂപ കിട്ടും. 2021 RXT ഓപ്ഷൻ. അപ്പോൾ 25,000 രൂപ കൊണ്ട് വരിക വേണ്ടെന്നേ. നിങ്ങൾക്ക് ഇത് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് നമുക്ക് തന്നാൽ മതി. അല്ല, വണ്ടിയുടെ വില എത്ര? 3 ലക്ഷം രൂപ. 3.5 രൂപ നമുക്ക് വേണമെങ്കിൽ ലോണും കിട്ടും. ഞാൻ പറഞ്ഞല്ലേ, അതായത് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചോട്ടെ. ഇത് നമ്മൾ 19, 20, 3 ലക്ഷം രൂപ പറഞ്ഞു. ഇത് 21 രൂപ. 21 മോഡൽ വണ്ടി 3 ലക്ഷം രൂപ. ഇത് ഓട്ടോമാറ്റിക്, ഇത് മാനുവൽ. ഇത് മാനുവൽ ആണ്. അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഒരു വെള്ള വണ്ടി, ഒരു 17 കിഡ് RXT ഓപ്ഷൻ വണ്ടി. RXT ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 17 ആണ്. ഇത് ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഇത് മാനുവൽ. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുണ്ട്. 2.5 ലക്ഷം രൂപ കിട്ടുന്നതുകൊണ്ട് നമുക്ക് 25,000 ഓഫർ 2 ലക്ഷം രൂപ. അത് കിടിലം പ്രൈസ്. 2017 വണ്ടിയാണ്. മാനുവൽ വണ്ടി 2 ലക്ഷം രൂപ. 2 ലക്ഷം. അതൊക്കെ നല്ല വില കുറവാണ്. ഞാൻ വില കുറവെന്ന് തന്നെ പറയും. അതെ, അത് 1 ലക്ഷം ഇല്ല. കിടിലം പ്രൈസ് ആണ്. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2017 ഓട്ടോമാറ്റിക് വണ്ടി. RXT ഓപ്ഷൻ ആണ്. ഈ വണ്ടി നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് വേണ്ട, 2,80,000 രൂപ കൊടുത്തേക്കാം. 17ഉം 20ഉം അല്ല 19 ഒക്കെ ഒരേ വില നിങ്ങൾക്ക് ഉണ്ടല്ലോ. അല്ല, അതെ 2,80,000 രൂപ കൊടുത്തത്. 280. ഇതൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. നല്ല അത്യാവശ്യം 4 പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറെക്കുറെ നിങ്ങൾക്ക് ഫുൾ ഓണം തന്നേക്കാം. അതെ, 2017 വണ്ടി 280 കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2019 മാനുവൽ വണ്ടിയാണ്. 19 മാനുവൽ. ഇത് 1 ലിറ്റർ ആണ് വണ്ടി. ഇത് 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മളെ 3 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 15,000 ഓഫർ 285 നിങ്ങൾക്ക് ഈ വണ്ടി തരാം. ഏറെക്കുറെ ഫുൾ ഓണം. 285 ഇത് പറഞ്ഞ പോലെ തന്നെ മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ 1 ലിറ്റർ ആണ്. 0 ഡൗൺ പേയ്മെന്റ് എടുക്കാം. 0. അതെ, 285. 15 ക്ലൈംബർ തന്നെയാണ്. ന്യൂ ഷേപ്പ് ആണ്. ഏതാ മോഡൽ? ക്ലൈംബർ ന്യൂ ഷേപ്പ് ആണ്. 1 ലിറ്റർ വണ്ടിയാണ്. ഇത് 2020 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓട്ടോ ആണോ മാനുവൽ ആണോ? ഇത് മാനുവൽ. അല്ലേ? ഇത് 3.40 ആസ്കിംഗ് ആയിരുന്നു. വേണ്ട, 40,000 ഓഫർ വെച്ചിട്ട് 3 ലക്ഷം രൂപ കൊടുത്തേക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ക്ലിംബർ വണ്ടി 1 ലിറ്റർ വണ്ടിയാണ്. നിങ്ങൾക്ക് ഫുൾ ഓൺ, അതായത് ഇതെല്ലാം ഈ പറയുന്ന മിക്ക കിഡുകളും നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റിയ വണ്ടി. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല സെറ്റ് വണ്ടി, അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2021 വണ്ടിയാണ്. 2021 ഇതും RXT ഓപ്ഷൻ 1 ലിറ്റർ 40,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി മാത്രമല്ല, ഞാൻ ഈ വണ്ടി കോഴിക്കോട് നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, വണ്ടി അസാധ്യ സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. ഈ 1 ലിറ്ററിന്റെ ഒരു ഗുണം ഇതിനകത്തുണ്ട്. വെറുതെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപ ചോദ്യം, നമുക്ക് 40,000 ഓഫർ 3.10 എടുക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് ഫുൾ ഓൺ. ഇതും ഒരു രൂപ മുടക്കാതെ ഈ പറഞ്ഞ കിഡുകളൊക്കെ നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം കേട്ടോ. ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ. ഇനി 2023 വണ്ടിയാണ്. 23. ഇതും നല്ല സെറ്റ് വണ്ടിയാണ്. എന്താ സെറ്റിന്റെ കാര്യം? സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം 1 ലിറ്റർ വണ്ടിയാണ്. പിന്നെ കമ്പനി ഇറക്കൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അപാകതയൊന്നുമില്ല, ക്ലീൻ വണ്ടി. നമ്മളിത് 4.25 ലക്ഷം രൂപ ആസ്കിയാണ്. 50,000 ഓഫർ 3.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 1 രൂപ നിങ്ങൾ തരണ്ട. 23 വണ്ടി 3,70,000 75,000 ഫുൾ ഓൺ. അത് ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഒറ്റ അപാകതല്ല, നീറ്റ് വണ്ടി, പക്ക വണ്ടി. ഇനി ഇതാണെങ്കിലോ സിൽവർ? ഇത് സിൽവർ വണ്ടി വന്നിട്ട് 2025 വണ്ടിയാണ്. 25 RXT ഓപ്ഷൻ 1 ലിറ്റർ ആണ്. 3,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 3,000 കിലോമീറ്റർ അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മൾ തന്നെ കൊണ്ട് ഇപ്പൊ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ 5 രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി 40,000 ഓഫറിൽ 4,60,000 രൂപയ്ക്ക് 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി നിങ്ങൾക്ക് എടുത്തുണ്ട്. ഇതും കിഡിലും പ്രൈസ് ആണ്, ഒന്നും പറയാനില്ല. ഈ കണ്ട കിഡുകളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ. ട്രസ്റ്റ് വാല്യൂലാണുള്ളത്. രണ്ടാംകുറ്റിയാണ് സ്ഥലം. നിങ്ങൾക്ക് 1 രൂപ ഇല്ലാതെ 0 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ ഏകദേശം 8ഓളം
കിഡുകൾ കിടപ്പുണ്ട്, വേഗം തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ. പിന്നെ നേരെ വരുവാണെങ്കിൽ മറാസോയിലോട്ട് പോകണം. മഹേന്ദ്ര മറാസോ ഇത് ശരിക്കും നമ്മളെ വണ്ടിയല്ല. ഇത് എടുക്കുന്നവർ പിന്നെ ക്ലെയിം ഒക്കെ നോക്കിയിട്ടാണ്. അത്യാവശ്യം ഇച്ചിരി ക്ലെയിം, അതായത് മേജർ അല്ല, തട്ടുമുട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. മോഡൽ ഏതാ? 2019 മറാസോ M2 ഡീസലാണ് വണ്ടി. 7 സീറ്റർ വണ്ടി. ബേസാ 1.16 ഓടിയിട്ടുണ്ട്. 7 സീറ്റർ വണ്ടിയാണ് ഇത്. നമ്മുടെ പർച്ചേസ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നോക്കിയെടുക്കണം. കാര്യം അതിൻ്റെ ഞാൻ പറയില്ല, ഇടിയുള്ള വണ്ടി നമ്മൾ ഇടി ഉണ്ടെന്ന് തന്നെ പറയാം. ക്ലെയിം ഉണ്ട്. നമുക്ക് ഈ വണ്ടി 6 ലക്ഷം രൂപയാണ് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞത്. ഒരു 50 ഓഫർ 5 രൂപയ്ക്ക് ഒരു 7 സീറ്റ് വണ്ടി എടുത്തുണ്ടോ? കൂടുതലല്ലേ? നമുക്ക് പിന്നെ വേറെ കാര്യം, ഈ 5 രൂപ നിങ്ങൾ നോക്കണ്ട. നമുക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമറോട് ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് 19 വണ്ടി. അത് നിങ്ങൾ വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. പക്ഷെ വണ്ടി ഈ പറഞ്ഞ ഓടിക്കാനോ കാര്യങ്ങളോ എഞ്ചിൻ വൈസോ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ചെറിയ ഇഞ്ചിനൊക്കെ ഇന്റീരിയറൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 7 സീറ്റ് വണ്ടിയാണ്. ബക്കറ്റ് സീറ്റും കാര്യങ്ങളും അല്ലല്ല, അത്യാവശ്യം ഓട്ടമുള്ള ഒരാൾ തന്നെയായിരുന്നു. ബക്കറ്റ് സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് 5 രൂപയാണ് നമ്മൾ ആസ്കിങ്. പിന്നെ വന്നിരുന്ന് സംസാരിച്ചതിന്റെ നെഗോഷിയേറ്റ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ശരി, അപ്പൊ എന്തായാലും 5,50,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോവാം. അടുത്തത് ഇത് മറ്റേ ഇതാണോ? ഇത് 98 M540 ആണിത്. M540 ആണ്, മഹീന്ദ്ര 540 കേട്ടോ. സെറ്റാണ് സാധനം. 98. ഓക്കെ, ഇത് വേറെ കൂടുതലൊന്നും പറയാനില്ല, മോശമില്ല. വണ്ടി പിന്നെ പേപ്പർ ഭാഗങ്ങളെല്ലാം പക്ക ക്ലിയർ ആയിട്ട് ഇനി ഒരു 4 കൊല്ലം കൂടെ പേപ്പറുള്ള നല്ല അടിപൊളി കരിമ്പുലി സാധനം. അത് പറയേണ്ട കാര്യമില്ല, M540 അല്ലേ? അതെ. നമുക്ക് ഈ വണ്ടിയെ ഇതൊക്കെ ഒരു ഈ പറയല്ലോ മാർക്കറ്റ് പ്രൈസ് അല്ല, 98 പേപ്പർ എല്ലാം ഉണ്ട്. അത് വേണ്ടെന്ന് എടുത്താൽ അങ്ങനെ പറയാനുള്ളൂ. ഇത് ഒരു 2.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. പിന്നെ വന്ന് സംസാരിക്കാൻ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറോട് സംസാരിച്ചിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഇച്ചിരി എന്തെങ്കിലും 2,50,000 രൂപ ആസ്കിംഗ് ആണ്. ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആവും. പക്ഷേ ഈ സാധനം എടുക്കുന്നവർക്ക് മുതലാട്ടോ. ഗുണം എന്താണെന്നറിയോ? 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു മറ്റേ താറാന്ന് പറഞ്ഞു ഓടിച്ചെടുക്കാം. അതെ, ആ രീതിയിലെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ സാധനം നല്ല ലുക്ക് തന്നെയാണ്. അതെ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ പറയുമ്പോൾ വേറെ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു സെൻസർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ്. 2,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 98 മോഡൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് ഞാൻ ഈ വില കൊണ്ട് ഞെട്ടിക്കും. മാറ്റിയിട്ടേക്കണം പുറകിൽ. ഇത് മാറ്റിയിട്ട് നമ്മളിപ്പോ എക്സ്ചേഞ്ച് എടുത്തതാണ്. അപ്പൊ ഇത് ശരിയാക്കാനായിട്ട് സമയം കിട്ടില്ല. ഇച്ചിരി വൃത്തി, അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ ഒരു ഓഫർ പ്രൈസിന് തരും. 2017 മോഡൽ V ആണ് വണ്ടി. പെട്രോളോ ഡീസലോ? പെട്രോൾ. തട്ടുണ്ടോ? ക്ലെയിം ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, ഒറ്റ ക്ലെയിം ഇല്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതേ ഉള്ളൂ. 2017 മോഡൽ V ആണ്, അതായത് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഉണ്ട്. പക്ഷെ അലോയ്സ് ഇല്ല ഇതിനകത്ത്. ഇല്ല അലോയ്സ് ഇല്ല. ഇത് കസ്റ്റമർ ഊരി മാറ്റിയതാണ്. അപ്പൊ ഈ വണ്ടി നമ്മള് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിന് അങ്ങോട്ട് തരുക. 17 വണ്ടി 4.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ അല്ല, വേണമെങ്കിൽ 5 ലക്ഷം വരെ ലോൺ. 17 വണ്ടി 4,25,000 റീപ്ലേസിൽ ഉറപ്പാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കി വേണമെങ്കിൽ 7 ദിവസം ചെക്കിംഗ് വാറന്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടിടാം. ഓക്കെ, അപ്പം അത് 4.25 ലക്ഷം രൂപയ്ക്ക് 1 മുതലല്ലേ? അടിപൊളി പ്രൈസ്. അപ്പം നല്ല അടിപൊളി ഒരു 7 സീറ്റർ അല്ലേ? പാവങ്ങളുടെ ഇന്നോവ. നീ ചിരിക്കരുത്, നിന്റെ ചിരിക്കാതെ എന്തൊക്കെ നിഗൂഢത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? ഇല്ല, ഇത് വണ്ടി സെറ്റാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ വേറൊരു കാര്യം, ഇതേ ഈ സ്കൂൾ ഓട്ടോ ഒക്കെ ഓടുന്നവർക്ക് പിന്നെ ഈ വണ്ടി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് നമ്മൾക്കിത് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ RX ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. 2015 മോഡൽ. 15 അല്ലേ? നമ്മൾ നേരത്തെ 3 ലക്ഷം രൂപ ആസ്കിങ് ചെയ്തോണ്ടിരുന്നത് 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2,70,000 രൂപയ്ക്ക് 7 സീറ്റർ ഡീസൽ, നല്ല മൈലേജ് ഉള്ള വണ്ടി. 7 സീറ്റ് ഉണ്ട്. ഈ പിള്ളേരെയൊക്കെ വെച്ച് സ്കൂളിലൊക്കെ ഓട്ടം പോകുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ചേട്ടന്മാർ. അവർക്ക് ഈ വണ്ടി 2.25 ലക്ഷം രൂപ, ഒരു 25,000 രൂപ കൊണ്ടുവന്നാൽ നമുക്ക് 2.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ അടവ് വരത്തോളൂ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകും. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അത്യാവശ്യം കുടുംബത്തിലൊക്കെ അംഗസംഖ്യകൾ കൂടെ ഉള്ളവർക്കും ഒരു 2.25 ലക്ഷം രൂപയ്ക്ക് 15 മോഡൽ എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. 7 സീറ്റർ വണ്ടിയിലെ റിനോ ലോഡ്ജിയാണ്. ടവേരയുടെ ഒക്കെ എഞ്ചിനാണ് വരുന്നത്. സോറി, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സോറി. അടുത്തത് നമ്മുടെ 14 അല്ലേ ശരിക്കും? ഇത് 15 ആണേ. 15 വണ്ടി കേട്ടോ. 15 സെസ്റ്റ് അല്ലേ? 15 സെസ്റ്റ്. ഡീസൽ പെട്രോളോ? പെട്രോൾ. ഇത് 15 സെസ്റ്റ് ആണ്. ആക്ച്വലി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. XM ആണ്. ഇത് വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അല്ല, അന്നത്തെ ഈ മാനുവലാണ്. അത് അവരന്ന് ഓപ്ഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. 2.5 ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടുന്ന പ്രൈസ്. 50 രൂപ ഓഫർ. 2 ലക്ഷം രൂപ, 2 lakh. അടിപൊളി, നല്ല പ്രൈസ് ആട്ടോ. നല്ല പ്രൈസ് അല്ലേ? ഒട്ടും കൂടുതലൊന്നുമില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, നിസാന്റെ മിക്ര.
മിക്ര 2014 XV ആണ്. 14 XV ആക്റ്റീവ് ആണ് കേട്ടോ. ആക്റ്റീവ് ആണ്. ഇത് ആലോചിച്ചേ ഉള്ളൂ. പെട്രോളേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ്. ഇത് പക്ഷേ ഫുൾ ഓപ്ഷൻ ഒന്നുമല്ല, ഇതിനകത്ത് അലവിൽ വരില്ല, കമ്പനി വരില്ല. നമ്മളിത് 2.5 ലക്ഷം രൂപ ഇട്ടുന്നോണ്ട് 25,000 രൂപ ഓഫർ വെച്ച് 2.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓണുള്ള ഒരു വണ്ടി എടുത്തോണ്ട് പോവാം. 14 2.25 ലക്ഷം ഫുൾ ഓപ്ഷൻ നോർമൽ പ്രൈസ് അല്ലേ. ഇനി ഇതാണെങ്കിലോ 2017 മോഡൽ ഐറ്റം ഗ്രാൻഡ് ആണ്. 17 ഐറ്റം അല്ലേ, ഓപ്ഷൻ ക്ലീൻ ആക്കാണ്ട് അല്ലേ, പോളിഷ്. ഇതിന്റെ അടി കിടന്നിട്ട് മൊത്തം ഇല്ലാതായിരുന്നു വണ്ടി. പിന്നെ ഇവിടെ നേരത്തെ ഒരു മരം ഉണ്ടായിരുന്നു, ഇപ്പൊ വെട്ടിക്കളഞ്ഞപ്പോ. ഇതേ കണ്ടതാ, നോക്കിയതാ, കണ്ടാ കണ്ടാ. അപ്പൊ ഈ വണ്ടി ഞാൻ വില കൊണ്ട് ഞെട്ടിക്കും. അതെ, 17 മോഡല് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 3 രൂപയായിരുന്നു ആസ്കിങ്, 50 രൂപ ഓഫർ, 2.5 രൂപയ്ക്ക്. അത് പ്രൈസ് 17 വണ്ടിനെ അപേക്ഷിച്ച് കിടിലൻ പ്രൈസ് അല്ലേ. ഒരു ഇയോൺ എടുക്കുന്ന പ്രൈസിലാവുന്നുള്ളൂ, എടുത്തോണ്ട് വെക്കും. ശരി, ഇതാണെങ്കിലോ ഈ വട്ടം ഈ വണ്ടി തകർപ്പ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് 1 ലിറ്റർ മാഗ്നയാണ്. 1 ലിറ്റർ മാഗ്നയാണ്. 2015 മോഡൽ. RC ബുക്ക് ഇല്ലായിരുന്നു, അതെല്ലാം കിട്ടി, ഓക്കെ ആയിപ്പം. 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മൾ ഈ വണ്ടി ഇപ്രാവശ്യം 2.25 ലക്ഷം രൂപയാണ് ഞാൻ കൈനെ പിടിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. 50 രൂപ ഓഫർ, 1.25 ലക്ഷം രൂപയ്ക്ക് 1 ലിറ്റർ വണ്ടി മാഗ്ന എടുത്തോണ്ട് പോവാം. അതായത് 1,70,000 രൂപയ്ക്ക് 2015 1 ലിറ്റർ നല്ല നീറ്റ് വണ്ടി. ഒരു കുഴപ്പമില്ല വണ്ടി, അടിപൊളി. ഇതാണെങ്കിലോ ഇത് 2018 എറാ പ്ലസ് ആണ്. 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2.65 ആണ്. 25,000 ഓഫർ, 2.40 നിങ്ങൾക്ക് ഏറെക്കുറെ 2 രൂപ ലോണും കിട്ടും. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് എടുത്തോണ്ട് പോവാം. അടിപൊളി. ഇതാണെങ്കിലോ ഈ വണ്ടി വന്നിട്ട് 2018 തന്നെ എറാ പ്ലസ് ആണ് വണ്ടി. ഇത് നമ്മൾ 2.60 ചോദ്യം, 30,000 ഓഫറിന്റെ 2.30 നല്ല ഹൈ ക്വാളിറ്റി ഒരു 18 വണ്ടി 2.30. അത് നല്ല ക്വാളിറ്റി വണ്ടി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് കുറച്ച് സ്റ്റോക്ക് കുറവല്ലേ. കുറച്ച് സ്റ്റോക്ക് കുറവാന്ന് വെച്ചാൽ ഏറെക്കുറെ ഇപ്പൊ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ 10, 20, 22 വണ്ടി കാണിച്ചു. പക്ഷേ അതെല്ലാം ഒരേപോലത്തെ സാധനങ്ങളായി പോയി. കിഡും പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു 8 വണ്ടി അത്യാവശ്യം നല്ല സാധനം കാണിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ നിന്നുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കാണിച്ചു പറഞ്ഞാലും വരിക, വന്ന് വണ്ടി കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യുകയാണ് മാത്രമേ. പിന്നെ വിലക്കുറവ് നല്ല വണ്ടികൾ, അത് ഗ്യാരണ്ടിയാണ്. വില കുറച്ചുള്ള നല്ല ക്വാളിറ്റി, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല കിടുകാച്ച് വണ്ടികൾ. പിന്നെ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ കണക്ക് വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും